പ്രിയമുള്ളവരെ, ഞാൻ അജയകുമാർ എൻ ആർ തലശ്ശേരി. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് കേരള ഹൈക്കോടതിയുടെ ആനകളുടെ ഉത്സവ എഴുന്നള്ളിപ്പ് സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്ന പുതിയ നിയമങ്ങളെ സംബന്ധിച്ചു, അവയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചുമാണ്. നമ്മുടെ കേരളത്തിൽ ഉത്സവങ്ങൾക്ക് ആനകളെ എഴുന്നള്ളിക്കുന്നത് തുടങ്ങിയിട്ട് ഒരു 200-250 വർഷം പഴക്കമുണ്ട്. അത് കൊച്ചി രാജാവും ആയിരുന്ന ശക്തൻ തമ്പുരാൻ്റെ കാലത്താണ് നമ്മുടെ ഉത്സവങ്ങളിലൊക്കെ വിപുലമായ രീതിയിൽ ആനകളെ എഴുന്നള്ളിപ്പ് തുടങ്ങിയതെന്ന് നിങ്ങൾക്ക് പുസ്തകങ്ങളിലും വായിക്കാൻ കഴിയും. എന്നാൽ ആനയും അമ്പാരിയും ചെണ്ടമേളങ്ങളും ഇല്ലാത്ത ഒരു ഉത്സവങ്ങളെ മലയാളിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ പുതിയ നിയമം, വനനിയമം, അത് പുതുതായി ഉണ്ടായതല്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 1927 ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരു വനനിയമം വന്നു. പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 1972 ഇത് വന്യജീവി നിയമം വളരെ കർശനമാക്കി. അതിനൊരു ചീഫ് വൈൽഡ് വാർഡനെ ഓരോ സംസ്ഥാനങ്ങൾക്കും നിയോഗിച്ചു. അങ്ങനെ വന്യജീവികൾ എന്ന് ആദ്യത്തെ ഗണത്തിലുണ്ടായിരുന്ന ആനകളും പുലികളും അതുപോലെ തന്നെ കരടികളും ഇതൊക്കെ 1ാം ഷെഡ്യൂളിലായിരുന്നു. പിന്നീട് പുതിയ അമെൻമെൻറ്റിൽ കുരങ്ങനടക്കമുള്ള വന്യജീവികൾ 1ാം ഷെഡ്യൂളിൽ വന്നു. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് വനനിയമത്തിൽ പൂമ്പാറ്റകൾ പോലും വളരെ സംരക്ഷിതമായ ഒരു വിഭാഗത്തിലാണ് വന്നിട്ടുള്ളത്. ഇന്ന് നാം ഇന്ന് കാണുന്ന ആനകൾ സർക്കാരിൻ്റെ പുതിയ നിയമത്തിലൂടെ എല്ലാ ആനകളും സർക്കാരിൻ്റേതാണ്. അത് വളർത്താൻ വേണ്ടി മാത്രമാണ്